ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ എല്ലാവരുടെ ഓണമൊക്കെ അടിപൊളി കിടുക്കാച്ചി ആവട്ടെ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഓണം ആഘോഷിക്കാൻ പോണത് വേറെ കടയ്ക്കല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, ഓണം നമ്മുടെ വീട്ടിൽ വെച്ചല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ചാണ് ആഘോഷിക്കാൻ പോണേന്ന്. അപ്പൊ ആഘോഷിക്കാൻ പോണത് വേറെ എങ്ങുമല്ല, നമ്മുടെ സുനിച്ചേട്ടന്റെ അനിയത്തിന്റെ വീട്ടിൽ വെച്ച്. ഞാൻ ചേച്ചിന്നാണ് വിളിക്കുന്നത്. അമ്പിളി ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് നമ്മളിന്ന് ഓണം ആഘോഷിക്കാൻ പോണത്. അപ്പൊ ഇന്നലെ രാത്രി ഞാനും ചേച്ചിയും കൂടിയൊക്കെ പോയി അവിടെ എന്തൊക്കെയാണ് നമ്മുടേതായ ഹെൽപ്പുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വന്ന്. അമ്മയുണ്ട്, മൈത്രി അമ്മനെ നമ്മൾ ഇന്നലെ തന്നെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. സുധപ്പനാണെങ്കിൽ നല്ല ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പെയിന്റിങ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ പെയിന്റിങ്ങിന്റെ ആ ഒരു സ്മെല്ല് അടിച്ചിട്ടാണെന്ന് തോന്നണം ഇന്നലെ മുതൽ സുധുവിന് അത്ര സുഖമല്ല. എനിക്കും എൻ്റെ ഹെൽത്ത് അത്ര സുഖമല്ല, കാരണം എനിക്കും പെട്ടെന്ന് ബ്ലഡൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് ഓടിക്കറങ്ങിയൊക്കെ വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പം അതൊക്കെ അവിടെ വെക്കട്ടെ. എന്തായാലും ഇപ്പം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകണേണ് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പം നമ്മൾ വീട്ടിൽ പൂക്കളവും കാര്യങ്ങളും ഒന്നും ഈ വർഷം ഇട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ നമ്മുടെ ഇവിടെ പണി നടക്കുന്നതൊക്കെ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അടുത്ത വർഷം നമുക്ക് എന്തായാലും അടിപൊളി ഇടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചാൽ പറ്റട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ വേദപ്പന്റെ ഫസ്റ്റ് ഓണമാണ്. വേദപ്പനെ വിളിച്ചപ്പോൾ പുള്ളി എഴുന്നേറ്റിട്ടില്ല. ഞാൻ പിടിക്കാട്ടാ. വേദപ്പന്റെ കയ്യിൽ നിന്നേ ഫോൺ വാങ്ങിച്ചപ്പോഴേക്കും വേറെ എങ്ങാടും ഒക്കെ എങ്ങനെയൊക്കെയോ പോയി. അല്ലെങ്കിൽ നീക്കുമ്പോ ഫോൺ അനങ്ങാറില്ല. അപ്പൊ ദേ സുധുവിന്റെ പുതിയ ഷർട്ട് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് സുധു ബർത്ത്ഡേക്ക് മേടിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഓണത്തിന് ഇട്ടേക്കണത്. അപ്പൊ നമ്മള് ഇനി സമയം കളയാതെ നമ്മൾ അങ്ങോട്ട് പോകാൻ പോണേന്. ചായ കുടിക്കലൊക്കെ നമ്മൾ അവിടെ നിന്നാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ വേദുവിനെ വിളിച്ചാണ് പറഞ്ഞത്. വേദുവിനെ വിളിച്ചപ്പോ വേദു എഴുന്നേറ്റിട്ടില്ല. വേദുവിന്റെ ഫസ്റ്റ് ഓണമുള്ള. അപ്പൊ വേദപ്പനെ വിളിച്ച് ഹാപ്പി ഓണം പറയാതെ നോക്കിയിട്ട് അവനെ എഴുന്നേറ്റിട്ടില്ല. പിന്നെ അമ്മനെയൊക്കെ വിളിച്ച് അങ്ങനെ ഇന്ന് നമുക്ക് വൈകുന്നേരം കളിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇന്ന് സാധാരണ നമ്മൾ വൈകുന്നേരം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ എങ്ങും പോകണില്ല. ഇന്ന് ഫുൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചിക്ക് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല. ചേച്ചിയുടെ അമ്മ വയ്യാതിരിക്കണോണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ദിവസം ചേച്ചിയുടെ വീട്ടിൽ അടിച്ച് പൊളിക്കാൻ നിർത്തിയേക്കണേണ്. അപ്പോൾ ഞങ്ങളത് പോകാൻ പോകണം. സുനിച്ചേട്ടൻ ഉച്ചയാകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിക്ക് റാലി ആയിട്ട് അങ്ങോട്ട് പോകാൻ പോണേന്ന്. അങ്ങനെ എടുക്കാൻ കിളിയെ കൊച്ചെടുക്കണം. അപ്പൊ എല്ലാവരും ഓണമൊക്കെ നല്ല കിടുക്കാച്ച് അടിപൊളിയാവട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണം വിശേഷങ്ങൾ നോക്കണ്ടാലാ. അപ്പൊ ഓരോ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമുക്ക് കാണാം. വാ. ഹലോ. അപ്പൊ അങ്ങനെ നമ്മള് സുനിച്ചേട്ടന്റെ അനിയത്തിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സുനിച്ചേട്ടന്റെ അനിയത്തിയുടെ വീട്. അപ്പൊ അവിടെ അമ്മയൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് ഞങ്ങള് ചായ കുടിക്കാനായിട്ട് എത്താന്നൊക്കെ കരുതിയെങ്കിലും അമ്മഴ കാരണം ഞങ്ങൾ കുറച്ച് വൈകി. എന്നാലും ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചായ കുടിക്കണം. ചേട്ടനും ചേച്ചിയും പുറകെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെറുക്കന്മാരും കൂടി കൂട്ടിയിട്ട് ചേച്ചിയുടെ വണ്ടിക്കാണ് വന്നത്. അപ്പോൾ സുധപ്പനാണ്. അങ്ങനെ നമ്മുടെ സുധപ്പൻ പായസമൊക്കെ ആയിട്ട് നമ്മളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. നമ്മള് സേമിയോ പായസം കൂടെ അടപ്പായസമാണ്. അപ്പോൾ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അയൽവക്കത്തൊക്കെ നമ്മളിങ്ങനെ പായസം വെച്ച് കൊടുക്കണ ഒരു ഇതുണ്ട് നമ്മൾ ഓണത്തിന്. അങ്ങനെ നമ്മൾ 2-3 അയൽവക്കത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പായസം വെച്ചപ്പോൾ ഇവിടത്തേക്കും കൂടി വെച്ചാണ്ടല്ലോ. അതെ, പായസം അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല. ഇവിടെ നമുക്ക് അടപ്പായസമാണ്. അപ്പോൾ നമ്മളിവിടെ സേമിയ പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അകത്തേക്ക് കയറിയിട്ട് എല്ലാവരെയൊക്കെ കാണിച്ചു തരാം. വീടും എല്ലാം കാണിച്ചൊക്കെ തരാം കേട്ടോ. അപ്പോൾ അകത്തേക്ക് ചെല്ലട്ടെ. ഞങ്ങളങ്ങനെ വേഗം തന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടാ. അപ്പം നല്ല ചൂടാണ് ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിച്ച് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവരുടെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയ വിശേഷങ്ങൾക്ക് പഞ്ഞുണ്ടാവൂലല്ലോ. അങ്ങനെ നമ്മുടെ സുനിച്ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും നിർത്തിയേക്കണേണ്ട ഭാഗവോൺ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പൊ തന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണല്ലോ സുനിച്ചേട്ടൻ. ഫോട്ടോ സുനിച്ചേട്ടൻ ഇപ്പോഴാണ് എത്തിയത്. അമ്പലത്തിൽ നിന്ന് വന്നത് ഇപ്പോഴാണ്. സുനിച്ചേട്ടന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണോട്ടാ. ആദ്യമായിട്ടാണ് സുനിച്ചേട്ടൻ ഇങ്ങനത്തെ ഒരു ലുക്ക് ഇട്ടേക്കണത്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അയച്ചേട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും എല്ലാവരും കറക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവൂലോ ഏട്ടാ? ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ട്. ചേച്ചി വാ. എല്ലാവരും പരിചയപ്പെടുത്തലാണ്. ഇത് ചേച്ചിയാണ്. ഞാൻ ചേച്ചിനാണ് വിളിക്കണം. പക്ഷെ സുനിച്ചേട്ടന്റെ കണ്ണൻചേട്ടന്റെ അനിയത്തിയാണ്. ചേച്ചി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ പിള്ളേര് 2 പേര്. ഇതാണ് ചേച്ചിയുടെ പിള്ളേര് 2 പേരും. ഇവരെയൊക്കെയും ചെറുതായിട്ട് നമ്മള് വീഡിയോയിലൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ആൾക്കാർ വാ ചേട്ടൻ, മാമൻ. അമ്മനെ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മൈത്രിയമ്മ ഫാൻസ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ട. അമ്മ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. പനിയിലെടുത്ത ആൾക്കാര്
അപ്പൊ നമ്മുടെ കണ്ണൻ ചേട്ടൻ എല്ലാവർക്കും അറിയാം വീഡിയോയില് ആഷില് പൊന്നൂസ് ചേച്ചി പിന്നെ ഒരാളുടെ കുറവ് സുധുവിന് പനിയാണ് അതുകൊണ്ടാണ് സുധു ഇങ്ങനെ സാഡ് അടിച്ചിരിക്കണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു വലിയ ഫാമിലി കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ഫാമിലി പിക്ക് എടുത്തിട്ട് വന്നാലാ ചേട്ടാ? ഓക്കെ. എല്ലാവർക്കും കുറച്ച് നാണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അങ്ങനെ മടി കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ എല്ലാവരെയും പരിചയപ്പെടുത്താൻ ആർക്കെങ്കിലും മടി ഉണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു പിന്നെ മടിക്കണ എന്തിനാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫാമിലി പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ 2 ടേബിളൊക്കെ അങ്ങ് അടുപ്പിച്ചൊക്കെ ഇട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. ഇവിടെ അയച്ചേട്ടൻ്റെ അമ്മയുണ്ട്, അമ്മ വയ്യാതെ ഇരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. പക്ഷേ അമ്മക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് അമ്മയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കറികളെല്ലാം ചേച്ചിയും അമ്മയും കൂടിയാണ് റെഡിയാക്കിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സുധപ്പന് പനിയായതുകൊണ്ട് തന്നെ സുധപ്പൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടാണ്. സുധുവിന് നല്ല പനിയുണ്ട്, ഡോളൊക്കെ കൊടുത്ത് സെറ്റാക്കി, കുറവില്ലെങ്കിൽ ഇന്ന് തന്നെ മരുന്നിന് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കായ വറുത്തതും ശർക്കര വരട്ടിയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വിളമ്പണത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല അവിയൽ, നമ്മുടെ അച്ചിങ്ങയും കായും കൂടി ഒലത്തിയത്, പിന്നെ ഇഞ്ചിക്കറി, പാവക്ക, അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി അടിപൊളിയായിട്ട് എല്ലാ കറിയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അവിയൽ വളരെ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ മൈത്രിയമ്മയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ ഇലയിലുള്ള എല്ലാ കറികളൊക്കെ കൂട്ടി, കറികളൊക്കെ ഇങ്ങനെ കൂട്ടിയിരുന്ന് കഴിക്കുന്നേക്കാളും എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം തന്നെ പറയണം, ഒത്തിരി വർഷമായി ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരോടും അങ്ങനെ ഇരുന്ന് അമ്മയാണ് കേട്ടത്. അമ്മയും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒത്തിരി നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല. എന്നാലും അമ്മ അധികം നേരം ഇരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര അതിശയപ്പെട്ടിട്ടാ. അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടിയും സെലിബ്രേഷനും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓണപ്പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. സുധപ്പനാണെങ്കിൽ എന്നെ വീഡിയോ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ കാര്യമായിട്ട് എന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പായസമൊക്കെ കൂട്ടിയിട്ട് സുനിച്ചേട്ടനാണെങ്കിൽ വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ ഇതൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. ഞാൻ എപ്പോഴും കടക്കരയിലെ മാത്രം ഫാമിലി കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ സുനിച്ചേട്ടൻ്റെ ഫാമിലിയിൽ എന്താ കാണിക്കാത്തതെന്ന്. എല്ലാവർക്കും നാണായതുകൊണ്ടാണ് നീ കാണിക്കാത്തത്. പക്ഷേ ഇന്നെന്തോ ആർക്കും നാണം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാവരും കാണിക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കാറൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോൾ മാത്രം അവരൊക്കെ വീഡിയോയിൽ വന്നാൽ മതി. ആരെയും നിർബന്ധിച്ച് കൊണ്ടുതന്നേക്കാളും ഇഷ്ടപ്പെട്ട് വരുന്നതല്ലേ നല്ലത്. പിന്നെ ഞങ്ങൾ 3 കപ്പിൾസും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കടമാക്കുടിയിലോട്ട് പോയിട്ടാ. കടമാക്കുടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴെങ്കിൽ അവിടെ എൻ്റെ പൊന്നോ ഭയങ്കര തിരക്കട്ടെ. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇത്രയും തിരക്കേ ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് എല്ലാവരും കുറേ നേരം എല്ലാവരും അവരുടേതായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നമ്മളിങ്ങനെ പോണ കാര്യങ്ങളും ട്രിപ്പ് പോകണം അങ്ങനെ നമ്മൾ കൂടുമ്പോൾ ഭയങ്കര വിശേഷങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ നോക്കിയ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയത്. ചെറുക്കന്മാരെ ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. ചെറുക്കന്മാരൊക്കെ അവന്മാരൊക്കെ അവിടെ കിടന്ന് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ ഉപ്പുമാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയൊക്കെ ചിക്കനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ചിക്കനും സുനിച്ചേട്ടന് മഷ്റൂമായിരുന്നു. അപ്പോൾ മഷ്റൂം ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ മഷ്റൂം ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് ചേച്ചി അത് റെഡിയാക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴേക്കും ചിക്കൻ വറുത്ത് കൊടുത്ത്, ചിക്കൻ കറി വെച്ചത് ചേച്ചിയാണ്. മീനും പെരട്ടി തന്ന ചേച്ചി അങ്ങനെ വറുത്തൊക്കെ കൊടുത്ത്. സുനിച്ചേട്ടൻ്റെ മഷ്റൂം ഇതാണ് കേട്ടോ, ഇങ്ങനെ പീര ഒതുക്കിയ മഷ്റൂമായിരുന്നു. അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.